ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് PYQസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. ഇതിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് വന്നാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഈ ചാപ്റ്റർ മൊത്തത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻ ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് കോർഡിനേഷൻ ഓഫ് മെൻ, മെഷീൻ, money and material essential in the effective and efficient attainment of objectives. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾ വെച്ച് തുടങ്ങാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സ്കൂളിൽ ഫെയർവെൽ നടക്കുകയാണ്. അപ്പോൾ ഫെയർവെല്ലൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് പറ്റുമോ? ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് തരിക, നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഫെയർവെല്ലിന് നിങ്ങളുടെ സ്റ്റേജ്, നിങ്ങളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ്, പിന്നെ പൈസയുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ്, ഇങ്ങനെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. എന്നിട്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. നമുക്ക് ഇന്ന സമയമാകുമ്പോൾ സ്കൂളിലെത്തണം, അതുപോലെ തന്നെ ഇന്ന ഗെയിംസ്, ഡാൻസ്, സോങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അങ്ങനെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ആര് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ ഡെക്കറേഷൻ പരിപാടികൾ ആരാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പാട്ട് പാടുന്നത് ആരാണ്, ഡാൻസ് കളിക്കുന്നത് ആരാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെന്താ, നിങ്ങളുടെ ടീച്ചർ ഓരോരോ ടീമിനെയും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുഡ് നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ടീച്ചർ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഗൈഡൻസ് കൊടുക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൈഡൻസ് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ റിയൽ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യില്ലേ, റിയൽ ലൈഫിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിയുന്നു, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റിന് സിമ്പിളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡെഫിനേഷനിലേക്ക് പോവാം അല്ലേ. ഫസ്റ്റ് തന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് പ്രോസസ്സ് എന്ന് പറയുന്നത്? പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റിയാണ്. ഓരോരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സിംഗിൾ ടാസ്ക് അല്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്ലാനിങ് ഉണ്ട്. എന്താ മക്കളെ പ്ലാനിങ് എന്ന് വെച്ചാൽ? പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ടാസ്ക്, നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റായിട്ടുള്ള ഒരാളെ റൈറ്റായിട്ടുള്ള ജോബിൽ റൈറ്റായിട്ടുള്ള ടൈമിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിങ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യൽ, എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? 4 M's കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താ മക്കളെ ഈ 4 M? 4 M എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ M മെന്നാണ്. മെൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ്, വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക. വേറൊരു M എന്ന് പറയുന്ന മെഷീൻസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം നമുക്കൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മെഷീൻസ് ആവശ്യമാണ് അല്ലേ. അപ്പം മെഷീൻസ്. അടുത്ത മണി. നമുക്ക് എന്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൈസ ആവശ്യമാണ്. അപ്പോൾ മണി വേണം. പിന്നെ മെറ്റീരിയൽസ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഇതാണ് 4 M's: മെൻ, മെഷീൻസ്, മണി, മെറ്റീരിയൽ. ഇത് 4 നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവ് ആവുക എന്ന് പറയുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്താണോ അത് അടിപൊളിയായിട്ട് അതേമാതിരി തന്നെ ചെയ്യുന്നതിനെയാണ് എഫക്റ്റീവ് ആവുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് എഫിഷ്യൻ്റ് ആവാന്ന് വെച്ചാൽ എന്താണ്? എഫിഷ്യൻ്റ് ആവാന്ന് വെച്ചാൽ മിനിമം റിസോഴ്സസ് വെച്ചിട്ട്, അല്ലെങ്കിൽ മിനിമം ടൈം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ, അതായത് കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ച്
കുറച്ച് ചിലവ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതിനെയാണ് നമ്മൾ എഫിഷ്യൻ്റ് എന്ന് പറയാം. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് സെൻറ്റൻസിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. Management is a job of some specialized group of people who direct the activities of others എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഓർഗനൈസേഷനിലും മാനേജേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മാനേജേഴ്സ് എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്നത്? അല്ലല്ലോ. അവരെന്ത് ചെയ്യും? മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയും ആ ആൾക്കാർ നല്ല രീതിക്ക് ജോലി ചെയ്യുന്നുണ്ടോ, അവരുടെ എംപ്ലോയീസ് നല്ല രീതിക്ക് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യും, എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഈ മാനേജേഴ്സ് ചെയ്യുന്നത്. അതാണ് ഈ സെക്കൻഡ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് നമ്മുടെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് 2 മാർക്കിന് എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പോയിൻറ്റ്സ് എല്ലാം അതിൽ ആഡ് ചെയ്യണം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പഠിച്ചിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആർ ദ 2 sides of the same coin. Comment your views in the light of management. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന കാര്യം ഓർക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കാറിന് പോവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കിളിന് പോവാം. അപ്പോൾ നിങ്ങൾ ഓർത്തു ഒരു ദിവസം കാറിന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങൾക്ക് 8 മണിക്കാണ് സ്കൂളിൽ എത്തേണ്ടത്. അപ്പോൾ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിനാണ് നിങ്ങൾ കറക്റ്റ് 8 മണിക്ക് തന്നെ നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, സ്കൂളിലെത്തി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എഫക്റ്റീവാണ്, നിങ്ങളവിടെ എഫക്റ്റീവാണ് എന്ന് നമുക്ക് പറയാം. കാരണം എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് എ ഗിവൺ ടാസ്ക് ഇൻ ദ റിക്വയർഡ് ടൈം വിത്ത് എ ഫോക്കസ് ഓൺ ദി എൻഡ് റിസൾട്ട്സ്. അതായത് എൻഡ് റിസൾട്ട്സിലാണ് നമ്മളിവിടെ ഫോക്കസ് കൊടുക്കുന്നത്. ഒരു ഗിവൺ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ കാറിന് പോയാലും സൈക്കിളിന് പോയാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ എൻഡ് റിസൾട്ട്സ്, നമുക്കിപ്പം ഇവിടുത്തെ എൻഡ് റിസൾട്ട് എന്താണെന്ന്, നമുക്ക് സ്കൂളിലെത്തണം. കറക്റ്റ് സമയത്തിന് നമ്മൾ സ്കൂളിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ എഫക്റ്റീവാണ് എന്ന് പറയാം. രണ്ടാമത്തെ കേസാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ സൈക്കിളിന് പോകാമെന്ന് ഓർക്കാം. ഒരു ദിവസം നിങ്ങൾ സ്കൂളിന് സൈക്കിളിന് പോയി. അപ്പം സൈക്കിളിന് നിങ്ങൾ പോകുമ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നിങ്ങൾ എടുക്കുന്നത്. അതായത് ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വഴിയായിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സ്കൂളിൽ എത്താനും പറ്റും. അതുപോലെ തന്നെ അവിടെ കൂടെ കാറൊന്നും പോകാൻ പറ്റില്ല. സൈക്കിള്, സ്കൂട്ടർ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ സൈക്കിളിന് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറേ കാശ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാറിന് പോവുകയാണെങ്കിൽ പെട്രോൾ അടിക്കണം അല്ലേ. സൈക്കിളിന് പോവുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ കാശ് സേവ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ കുറേ കാശ് സേവ് ചെയ്തു, എന്നാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ സ്കൂളിലും എത്തി. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കംപ്ലീറ്റിംഗ് എ ടാസ്ക് വിത്ത് മിനിമം പോസിബിൾ കോസ്റ്റ് ആൻഡ് റിസോഴ്സസ്. ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ മിനിമം ആയിട്ടുള്ള കോസ്റ്റും മിനിമം റിസോഴ്സസും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു കേസിൽ നമ്മൾ എഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എഫക്റ്റീവ്നെസ് എന്താണ്, എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, എന്ത് റിസൾട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് എങ്ങനെയൊക്കെയാണോ നമുക്ക്, ഇപ്പോൾ കാശ് ചിലവായാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെയാണോ നമുക്ക് കാര്യം നടന്നു കിട്ടണം, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൈസ സേവ് ചെയ്യണം, ടൈം സേവ് ചെയ്യണം, നമ്മുടെ എഫേർട്ട് സേവ് ചെയ്യണം. ഇങ്ങനെ മിനിമം കോസ്റ്റും മിനിമം ടൈമും വെച്ച് നമുക്ക് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ അടിയിൽ കൊടുത്തിരിക്കുന്ന വായിക്കുക, ഗ്രേറ്റർ ബെനിഫിറ്റ് വിത്ത് ലെസ് റിസോഴ്സസ്. നമ്മൾ ലെസ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടി. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എഫിഷ്യൻ്റ് ആണ്. ഇപ്പം സെയിം ബെനിഫിറ്റ്, ഗ്രേറ്റർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല, സെയിം ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്, പക്ഷേ ലെസ് റിസോഴ്സസ്, അതായത് കുറച്ച് പൈസ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ കുറേ റിസോഴ്സസ്, കുറേ പൈസ ചിലവാക്കി, കുറേ സമയം ചിലവാക്കി എല്ലാം ചെയ്തിട്ട് നമുക്ക് ആ കൂടെ ലെസ് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഎഫിഷ്യൻസിയാണ് അവിടെ വരുന്നത്. പിന്നെന്താണ് ഈ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും എന്താണ്, രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കോയിൻ്റെ 2 സൈഡാണ് എഫക്റ്റീവ്നെസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിലാവുമ്പോഴത്തേനും നമുക്ക് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ ഇതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. മാനേജ്മെൻറ്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ, ഗീവ് എനി ടു ഡയമെൻഷൻസ് ഓഫ് ഇറ്റ്. മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് മൾട്ടി ഡയമെൻഷണൽ ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2 മാർക്കിനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 മാർക്കിന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇൻ എ ക്ലാസ് റൂം ഡിബേറ്റ് നവാമി ആർഗ്യൂഡ് ദാറ്റ് മാനേജ്മെൻറ്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ, ഡു യു എഗ്രി വൈ? ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് മൾട്ടി ഡയമെൻഷണൽ, അതിൻ്റെ 3 കേസസ് അതാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെയാണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. ഓൾ ഓർഗനൈസേഷൻസ് ആർ എൻഗേജ്ഡ് ഇൻ ഡൂയിങ് സം കൈൻഡ് ഓഫ് വർക്ക്. എല്ലാ ഓർഗനൈസേഷൻസിനും എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടാവും. നമുക്ക് നോക്കാം. സ്കൂൾസ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. ഇപ്പം നിങ്ങൾ പോകുന്ന സ്കൂളിൽ തന്നെയാണെങ്കിൽ അവിടെ ജോലി എന്താണ്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫാക്ടറി പ്രൊഡ്യൂസസ് ഗുഡ്സ്. ഫാക്ടറിയുടെ കാര്യം എന്താണ്? അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഹോസ്പിറ്റൽസ് ഓഫർ ട്രീറ്റ്മെൻറ്റ് ടു പേഷ്യൻസ്. ഹോസ്പിറ്റൽസ് അവരുടെ പേഷ്യൻസിന് നല്ല രീതിക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പല ഓർഗനൈസേഷനും പല പല രീതിക്കുള്ള ജോലികളാണ് ചെയ്യുന്നത്. അതാണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. മാനേജിങ് ദ പീപ്പിൾ ഇംപ്ലൈസ് ഡീലിംഗ് വിത്ത് ദ എംപ്ലോയീസ് ബോത്ത് ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ആസ് എ ഗ്രൂപ്പ്, സച്ച് ആസ് that their strength are utilized and their weakness are identified. നമുക്കറിയാമല്ലേ, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും മൂല്യവത്തായിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. അങ്ങനെയാണ്. അപ്പം ഈ ആൾക്കാരെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ബോത്ത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും മാനേജ് ചെയ്യണം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരെയും മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെയും നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുമ്പോഴത്തേനും അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ്, അവരെ കൊണ്ട് പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതാണ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് റെഫേഴ്സ് ടു പ്രൊഡക്ഷൻ പ്രോസസ് വിച്ച് ട്രാൻസ്ഫോം ഇൻപുട്സ് ഇൻ ടു ഡിസയേർഡ് ഔട്ട്പുട്ട്. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സാണ് അവിടെ പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ നടത്തണമല്ലോ, അതായത് ഇൻപുട്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻപുട്ട് എന്താക്കണം? ഔട്ട്പുട്ട് ആക്കണം. അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് ഓഫ് വർക്കും മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിളും തമ്മിൽ എന്ത് ചെയ്യണം? ഇൻ്റർലിങ്കിങ് നടത്തണം, തമ്മിൽ കൂടിച്ചേരണം. എന്നാലോ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഭംഗിയായി നടക്കുകയുള്ളൂ, എന്നാലേ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഭംഗിയായി നടക്കുകയുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിൻ്റെയും മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിളിൻ്റെയും ഒരു ഇൻ്റർലിങ്കിങ് ആണ്, കൂടിച്ചേരലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 2 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സാണ്. 2 മാർക്കിനാകുമ്പോൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, വോട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ്? എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ ഫസ്റ്റ് എഴുതണം. അതുപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് എനി 4 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. 4 ഫീച്ചേഴ്സും പറയണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോയാലോ? ഇപ്പോൾ ഫസ്റ്റ് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. മേരി പാർക്കർ ഫോളറ്റ് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു എബിലിറ്റിയാണ്. ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ, അച്ചീവ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത് മാനേജേഴ്സ് എല്ലാ ജോലികളും അവരൊറ്റയ്ക്കല്ല ചെയ്യുന്നത്, മറ്റുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടാണ് മാനേജേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. മാനേജ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ഇൻ്റർറിലേറ്റഡ് ഫങ്ഷൻസ് വിച്ച് പെർഫോംസ് കണ്ടിന്യൂസ്ലി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം കാലം നിലനിൽക്കുന്നു അത്രയും കാലം മാനേജ്മെൻറ്റും ഉണ്ടാവും.
പിന്നെ ഇതിൽ ഇതുപോലെ തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ഇതുപോലുള്ള ഫങ്ഷൻസും ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. രണ്ടാമത്തെ ഫീച്ചർ നോക്കാം. മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. Organization is a collection of many individuals. Every individual contributes towards achieving the goal. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല. കുറേ ആൾക്കാർ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് മാനേജ്മെൻറ്റ് ആവുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനുള്ള എല്ലാവരും, ടോപ്പ് മാനേജ്മെൻറ്റ് തൊട്ടിട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, അതായത് വർക്കേഴ്സ് വരെ, ഇങ്ങനെ ഓർഗനൈസേഷനിലുള്ള എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് അത് മാനേജ്മെൻ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തൊരു ഫീച്ചർ നോക്കാം. മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. Organization's existence is based on objectives and management is a process which unites the efforts of every individual to achieve the goal. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലും എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് ഓർഗനൈസേഷനും ആകുമ്പോഴത്തേനും അവരുടെ ഗോൾ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക, സെയിൽസ് കൂട്ടുക, കസ്റ്റമേഴ്സ് കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് ഒരു ടീമായിട്ട് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് അർത്ഥം. സോ മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. അടുത്ത ഫീച്ചർ നോക്കാം. മാനേജ്മെൻറ്റ് ഇസ് ഓൾ പെർവാസീവ്. ദ യൂസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് വേൾഡ് വൈഡ് ആൻഡ് ഇസ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ഓർഗനൈസേഷൻസ്, ബിഗ് ഓർ സ്മോൾ, പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പെർവാസീവ് ആണ്. പെർവാസീവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എങ്ങനത്തെ തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, വലിയ ഓർഗനൈസേഷനോ ചെറിയ ഓർഗനൈസേഷനോ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലായിടത്തും എന്തുണ്ട്? മാനേജ്മെൻറ്റ് ഉണ്ട്. സോ മാനേജ്മെൻറ്റ് ഈസ് പെർവാസീവ്. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും എഴുതണം. ഫീച്ചേഴ്സ് എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കംപ്ലീറ്റ് ദ ചാർട്ട്. അപ്പോൾ നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പം ചാർട്ടിൽ എഴുതിയിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പം നമുക്കറിയാം മാനേജ്മെൻറ്റിന് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ബാക്കി 2 നമ്മൾ തന്നെ പൂരിപ്പിക്കണം. അപ്പോൾ ബാക്കി 2 ഏതാണ്? മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഇങ്ങനെയുള്ള 2 ഒബ്ജക്റ്റീവ്സും കൂടിയാണ് മാനേജ്മെൻറ്റിനുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോക്സിൻ്റെ ആ 1, 2 എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് എഴുതുക. അപ്പോൾ അടുത്തൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രോഫിറ്റ് ഈസ് വൺ ഓഫ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്. റൈറ്റ് അതർ 2 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം മാനേജ്മെൻറ്റിന് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ കീഴിൽ തന്നെ 3 ആൾക്കാരാണ് വരുന്നത്. അതാരൊക്കെയാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം പ്രോഫിറ്റാണ്. ഫസ്റ്റ് നമുക്കൊരു നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ? നമ്മുടെ ബിസിനസ്സിന് ഫസ്റ്റായിട്ട് വേണ്ടത് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാവുക. പിന്നെന്ത് വേണം? സർവൈവൽ, നിലനിൽപ്പ് ഉണ്ടാവണം. സർവൈവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് വേണ്ടത്? ഗ്രോത്ത് ഉണ്ടാവണം. നമ്മുടെ ബിസിനസ് വളരണം, എക്സ്പാൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ പ്രോഫിറ്റ്, ലാഭം ഉണ്ടാവണം, സർവൈവൽ, നിലനിൽപ്പ് ഉണ്ടാവണം, അതുപോലെ ഗ്രോത്ത്, വളർച്ച ഉണ്ടാവണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇനിയും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.